ടീച്ചറെ നന്നായിട്ട് മോളെ. പുറയിലോട്ട് പാട്ട് ശരിക്കും കേട്ടിരുന്നോ? അതിനു പുറയിൽ ആളൊന്നും ഇല്ലായിരുന്നല്ലോ. കിഷോറെ സാവിത്രി നന്നായിട്ടോ. ഫസ്റ്റ് കുട്ടിക്ക് എന്നെ കിട്ടും, നിനക്ക് ഉണ്ട കിട്ടും. പോ അവിടുന്ന്. നീ ഇങ്ങനെ ബൊമ്മ പോലെ ഇരുന്നോ. സമ്മാനം കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. ഇവിടെ ആരും ചത്തൊന്നുമില്ലല്ലോ. ഒറ്റ ചവിട്ട് വെച്ചെന്താണ്ടല്ലോ. ചേച്ചി എന്തിനാ എന്നെ വെക്കിട്ട് കയറുന്നേ? മര്യാദയെ കളിച്ചിരുന്നെങ്കിൽ സമ്മാനം കിട്ടൂലായിരുന്നോ? കിഷോർ ഇറങ്ങിക്കോ, നിന്റെ വീടെത്തി. ചേച്ചി ചേച്ചി ഓലലീലലീലലി ഓലലീലലീലലി. വാന്റെ കുറവുണ്ട് തെണ്ടിക്ക്. എന്താ സാവിത്രി ഇത്? അല്ല ടീച്ചറെ, അവന്റെ സൂക്കേടുണ്ടോ? പോട്ടടി, അവൻ കുട്ടിയല്ലേ, നീ സങ്കടപ്പെടണ്ട. അടുത്ത കോമ്പറ്റീഷന് നമ്മൾ എന്തായാലും പ്രൈസ് വാങ്ങിയിരിക്കും. അയ്യോ, ഞാനൊരു കോമ്പറ്റീഷനും ഇല്ലേ. ഒരോണക്ക മത്സരവും കുറെ വിവരം കേട്ട ജഡ്ജിമാരും. അതെ, അവിടെ നിർത്തിക്കോ, ഇറങ്ങിക്കോ. ശരി പോട്ടെ ടീച്ചറെ. ശരി മോളെ. ഇനിയിപ്പോ ഇവിടെ എന്താണാവോ കൂത്ത്? വന്നോ? ഇന്ന് എവിടെയായിരുന്നടി പാട്ട് കൂത്തും? നീ കഴിക്കടോ. പെണ്ണെ മുമ്പൊന്ന് മാറടി, പോയി കിടന്നുറങ്ങാളെ. കളനെ കാലിനും വേണ്ടേ? ഗോപിയെ ഇതൊന്ന് ശരിയാക്കിയേ. ആ പെണ്ണ് കടത്തി പണ്ടാരടക്കെ മനസ്സമാധാനത്തോട്ട് കണ്ടുപിടിക്കാൻ തള്ള സമ്മതിക്കൂല. എന്താണേ എപ്പ ടി വി വെച്ചാൽ ഈ കുരുപ്പ് വന്ന് നിർത്തും. അശ്രീകരം 24 മണിക്കൂറും തള്ള ടിവിയുടെ മുമ്പ് തന്നെ. ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൂട്ടും, പറഞ്ഞല്ലാതെ വേണ്ട. ഇവളെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ ഗോപിയേട്ടാ? ആദ്യം നീ നശൂലത്തിന്റെ തെരഞ്ഞ ആരിങ്ങോട്ട് വരാനാ? ആ ലൈൻമാൻ ദിവാകനെ എത്ര തവണ ഇവിടെ അന്വേഷിച്ചു വന്നതാ. അപ്പോ ഇവൾക്ക് അവൻ സൗന്ദര്യം പോരാന്ന്. നിനക്ക് എത്ര വയസ്സായടി? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? നിന്റെ അമ്മയുടെ 16-ന്. കുമാര, എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി നീ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഇനിയിപ്പോ വല്ല ചട്ടനോ പൊട്ടനോ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അക്കാര്യത്തിന് 10 പൈസ ഞാൻ ചെലവാക്കൂല. അത്ര ബുദ്ധിമുട്ടി ഇവിടെ ആരും എനിക്ക് ചെറുക്കനെ ഉണ്ടാക്കണ്ട. സ്വന്തം കൂടെ വയസ്സറിയില്ല, പിന്നെ ആ ചെക്കൻ. എന്താടി നിന്ന് പെറുപിറുക്കുന്നത്? തിങ്കളാഴ്ച ഇവിടെ കുറച്ചു പേര് വരും പെണ്ണേ. നീ കണ്ടവിടെ സർക്യൂട്ട് അടിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. കട്ടത് ഈ പെണ്ണ് ഗോപിയെ ഇവളെ പിന്നെയും കടത്തി. ഗോപി, നീ പിന്നെയും കെട്ടിയാ? നിക്ക് നിക്ക് നിക്ക്. ഇത് ഇവന്റെ എത്രാമത്തെ കല്യാണാവോ?
എന്നാ പിന്നെ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്താ മകന്റെ പേര്? സമയാന്ത് ഏ? സമയാന്ത്. ആ നീ പോയിട്ട് ഒരു ചായ തളപ്പിക്ക്. മോളെ സാവിത്രി, അവളുടെ തള്ളേനങ്ങ് കെട്ടിക്കൊണ്ടു വന്നപ്പോഴേ എനിക്കൊരു ശല്യമായിരുന്നു. ഇപ്പോഴതാ ബളും. ഓ, ഞാൻ വന്നത് സാവിത്രിക്ക് ഇഷ്ടായില്ലെന്നാ തോന്നണേ. അതൊന്നും നീ നോക്കണ്ട, അവളോട് പോവാൻ പറ. അതിന്റെ മോളല്ലേ, നശൂലത്തിന് ആരുടെങ്കിലും കൂടെ പറഞ്ഞേച്ചാ പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ. എന്താ അവളുടെ ഒരു ഭാവം. എന്താ ഇനി കാണിച്ചത്? എന്റെ വീട്ടിൽ ഒരു പട്ടിക്ക് ചോദിച്ചില്ല. കാണിച്ചല്ലേ എനിക്ക് ഇങ്ങോട്ട്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചോദിക്കും. ഒരു പട്ടി ചോദിച്ചല്ലോ പക്ഷേ എവിടേക്ക് പോയി ചോദിയട്ടെ. എന്ത് പറയാനാണ് പഠിച്ചോട്ടെ കാഞ്ഞടിച്ചു ഓട്ടിക്കുന്നു. ആ സാവിത്രേ, ഞങ്ങള് കൊണ്ടുവിടണ. വിടറാ തീള് കേസ്. നീ വാ. പുതിയ ആള് വീട്ടിൽ വന്നതിന്റെ ലക്ഷണം മുഖത്തുണ്ടല്ലോ. ചേച്ചി മോള് പോയി കിടന്നു. നീ വല്ലതും കഴിച്ചോ മോളെ? സാവിത്രി മോളെ, അപ്പൊ ചൂലോ? ചൂലൊക്കെ ഞാൻ പിടിച്ചോളാ. ഇതിപ്പോ എന്തിനാ എന്റെ കയ്യില്? സൈക്കിള്. ആഹാ, ഇവിടെ മുഖത്ത് വെണ്ണീറും തേച്ചിക്ക. ഓടാ, അജീബേ മദ്രാസിന്ന് രാഘവന്റെ പീഡിയൽക്ക് വിളി വന്ന്. ഹംസക്ക പറഞ്ഞതാ, ഓരോ സിനിമയിലെടുത്തത് ഇന്നെന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. തന്നെ പടച്ചോനാണ് വന്നേ. എന്തേ കാട്ടുന്നേ? ഈ ചെരുപ്പിട്ടിട്ടില്ല. ചെരുപ്പ് വിട്ടോ വിട്ടോ. ചവിട്ട് ചവിട്ട്. നിർത്ത് ചേട്ടാ, ഒരു സ്റ്റഡി.
ഉമ്മ നജീബേ ഈ ഇങ്ങനെ എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ലട്ടാ. ആ കഴിഞ്ഞില്ലേ ഇതുവരെ? ഇക്ക പൊക്കോട്ടുമ്മ. ഒന്നുമില്ലെങ്കി എനിക്കിത്തിരി ഗമകാട്ടി നടക്കാലോ. എന്റെ ഇക്ക സിനിമ നടനാന്നും പറഞ്ഞ്. നബീസ്വേ ഇതരിഞ്ഞു തീർന്നെങ്കിലേ ആ ചെരുവെടുത്ത് ഈ തേങ്ങ ചെരുവിയെ എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അയ്യ ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചുവിടുന്ന പെണ്ണാണ്. 24 മണിക്കൂറും ഫോൺ തന്നെ. എന്റെ ഉമ്മ നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കായക്കച്ചവടമായിട്ട് കഴിഞ്ഞോട്ടെന്നാ. ആ എന്താടാ കായക്കച്ചവടത്തിനൊരു കുറവ്? അതുകൊണ്ടല്ലേ ഈ ഞാനൊക്കെ വെള്ളം കുടിച്ച് കഴിയണേ. അതല്ലുമ്മ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോ കോഴിക്കോടും തിരൂരും പരപ്പനങ്ങാടിയിലും ഒക്കെ എന്റെ തല വെച്ച പോസ്റ്ററുകൾ ഇങ്ങനെ. അതോടുകൂടി എന്റെ തലയുണ്ടാവും. പരപ്പനങ്ങാടിയിലല്ല, ഈ പോരെന്റെ മധുരമ്മ. അന്റെ ബാപ്പ അതാടെ വെട്ടിവെക്കൂ. എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ല എന്റെ നജീബേ. അന്റെ ബാപ്പ അറിഞ്ഞ എന്താവും സ്ഥിതി നീ ആലോചിച്ചിട്ടുണ്ടാ? എന്റെ ഉമ്മ, ഞാൻ തിരിച്ചു വന്നിട്ട് വാപ്പാനെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കോളാം. അതുവരെ പിടിച്ചിരിക്കാൻ ഒരു ചെറിയ കള്ളം. എന്ന് പോയി എന്റെ നജീബേ. ഞാൻ പറഞ്ഞോട്ട് ഉമ്മ, മദ്രാസിൽ ഒരു കോളേജ് തുടങ്ങുന്നുണ്ട്, അവിടെ കമ്പ്യൂട്ടർ പഠിക്കാനെന്ന് പറഞ്ഞാ മതി. ഉമ്മ പറഞ്ഞ വാപ്പ വിശ്വസിച്ചോളും. ഇല്ലാച്ചാ പിന്നെന്താ വേണ്ടതെന്ന് അറിയാം. ആദ്യമായിട്ടും അവസാനമായിട്ടും ഉമ്മന്റെ മോനൊരാഗ്രഹം പറഞ്ഞിട്ട്. എന്റെ നജീബേ ഈ എന്നെ ബേജാറാക്കല്ലേ. അതാണുമ്മ ഞാൻ പറഞ്ഞത്. വാ നടക്കുമ്മ. പറയണ കേക്ക്. ഉമ്മ ആ ഫോൺ ഉപ്പാനെ വിളിച്ച കാര്യം പറയും. മദ്രാസ് എന്ന് പറഞ്ഞാൽ പോർഷ്യലൊന്നും അല്ലല്ലോ. ഏറിയ 2 മാസം. അത് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് വരില്ലേ. മാറിക്കിടി. ഉമ്മ ബെല്ലുണ്ട്. ഹലോ. ആ അതവിടെ കൊടുത്തിട്ട് ഇജ്ജ് വേഗം വന്നാ മതി. ആ ഓക്കോ. ആ പറയൂ. ഓന്റെ ഇഷ്ടം അതാച്ചാ ഓൻ പൊയ്ക്കോട്ടെ. പിന്നെ കോളേജ് ചേരാൻ കായ് വല്ലതും വേണമെങ്കിൽ ഓനോട് പീടിയേക്ക് വരാൻ പറ. ആയിക്കോട്ടെ, പറയാം പറയാം. ഒരു വിധത്തിൽ മൂപ്പര് സമ്മതിച്ച്. അനക്ക് സന്തോഷായ? ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ. എന്റെ സൈനബാൻ, ഞാനെന്തോ ജീവപര്യന്തം തടവിന് പോകുന്ന പോലെയാണല്ലോ നീ കരയണേ. 2-3 മാസത്തെ കാര്യം. അത് കഴിയുമ്പോ ഞാനിങ്ങോട്ട് തിരിച്ചു വരില്ലേ. നിങ്ങളൊന്ന് കാണാണ്ടും കേൾക്കാണ്ടും. ഹൈ, ഞാൻ തിരിച്ചു വരുന്ന ഒരു സിനിമ നടനായിട്ടല്ലേ. അതല്ലേ നമ്മൾ രണ്ടാളും ഒന്നിച്ചേണ്ടക്കിനാവ്. ഇവളുടെ അടുത്ത് പിടിച്ചിരിക്കണമെങ്കിൽ ഭയങ്കര തന്നെ വേണം. എനിക്കത് വീടല്ല, നരക. കള്ളൂടിയനായത് അന്തേ, അതിന് പറ്റിയൊരു തള്ളേ. ആ തള്ളേ മിക്കവാറും ഞാൻ ചവിട്ടി കൂട്ടും. അതാ ഞാൻ പറയണേ, നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിക്ക്. ഇതിപ്പോ എത്ര നാളാച്ചാ വീട്ടിൽ നിന്ന് മാറി എന്റെ കൂടെ ഇങ്ങനെ നിക്ക? അയ്യോ മോളെ, അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല.
നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. നമ്മളൊക്കെ പെണ്ണുങ്ങളാ. നാളെ നീ കല്യാണം കഴിച്ച് ഒരുത്തന്റെ കൂടെ പോയാലും നിന്റെ ആവശ്യങ്ങൾക്കെങ്കിലും നിനക്കൊരു വരുമാനം വേണ്ടേ? ഡാൻസും കൂടി ഇല്ലെങ്കിൽ ഞാനും എന്റെ മോളും പട്ടിണിയാ. ശിവേട്ടൻ പോയ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങള്.